അധ്യാത്മരാമായണം യുദ്ധകാന്ഡം ദേവേന്ദ്രസ്തുതി. സംക്രന്ദനൻ തഥാ രാമനെ നിർജ്ജരസംഘേന സാർത്ഥം വണങ്ങി സ്തുതിച്ചിത്. രാമചന്ദ്ര പ്രഭോ പാഹിമാം പാഹിമാം, രാമഭദ്ര പ്രഭോ പാഹിമാം പാഹിമാം, ഞങ്ങളെ രക്ഷിപ്പതിന് മറ്റാരുള്ളതിങ്ങനെ. കാരുണ്യപീയൂഷവാരിധേ, നിന്തിരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നേണമെൻ പോറ്റി മനസ്സേ. നിൻ ചരിതാമൃതം ചൊൽവാനും എപ്പോഴും എൻ ചെവി കൊണ്ട് കേൾപ്പാനും അനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിരണം. യോഗമൂർത്തേ ജനകാത്മജാവല്ലഭ ശ്രീമഹാദേവനും നിന്തിരുനാമങ്ങൾ രാമരാമേതി ജപിക്കുന്നിതന്നുകം. ത്വൽപാദതീർത്ഥം ശിരസി വഹിക്കുന്നിത് എപ്പോഴും ആത്മശുദ്ധിക്ക് ഉമാവല്ലഭൻ. ഏവം പലതരം ചൊല്ലി സ്തുതിച്ചോരു ദേവേന്ദ്രനോടരുൾ ചെയ്തിതു രാഘവൻ. മൃത്യു ഭവിച്ച കവികുലവീരരെ അത്തൽ കളഞ്ഞ് ജീവിപ്പിക്കയും വേണം. പക്വഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോഴൊക്കെ മധുരമാക്കി ചമച്ചിടുക. വാനരന്മാർക്ക് കുടിപ്പാൻ നദികളും തേനായി ഒഴുകണം എന്ന് കേട്ടിന്ദ്രനും എല്ലാം അരുൾ ചെയ്ത വണ്ണം വരികെന്ന കല്യാണം ഉൾക്കൊണ്ട് അനുഗ്രഹിച്ചിടിനാൻ. നന്നായി ഉറങ്ങി ഉണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാരവர்களுം. ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തിതന്നേരം. നിന്നുടെ താതൻ ദശരഥൻ വന്നിതാ നിന്ന് വിമാനമർന്നു നിന്നെ കാണുവാൻ ചെന്നു വണങ്ങുക എന്നൻപോട് കേട്ടത് മനവൻ സംഭ്രമം പൂണ്ട് വണങ്ങിനാൻ. വൈദേഹിതാനും സുമിത്രാതനയനും ആദരവോട് വന്നിച്ചു ജനകനെ. ഗാഠം പുണർന്ന് നെറുകയിൽ ചുംബിച്ച് ഗൂഢനായൊരു പരമപുരുഷനെ സൗമിത്ര തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർണം പുണർന്ന് ആനന്ദമഗ്നായി ചിന്മയനോട് പറഞ്ഞു ദശരഥൻ. എൻ മകനായി പിറന്ന ഭവാനെ ഞാൻ നിർമ്മലമൂർത്തിയെ ധരിച്ചതിന്നാകയാൽ ജന്മമരണാദി ദുഃഖങ്ങൾ തീർന്നിത് നിൻ മഹാമായ മോഹിപ്പിയായി എന്നെയും. കൽമഷനാശന കാരുണ്യവാരിധേ, തദവാക്യം കേട്ട് രാമചന്ദ്രൻ തദാമോദേന പോവാൻ അനുവദിച്ചിടിനാൻ. ഇന്ദ്രാദിദേവകളോട് ദശരഥൻ ചെന്ന് അമരാവതി ബുക്കുമരവിനാൻ. സത്യസന്ധൻ തന്നെ വന്നിച്ചനുജ്ഞയ സത്യലോകം ചെന്ന് ബുക്കു വിരിഞ്ചനും. കാത്യായനി ദേവിയോടും മഹേശ്വരൻ പ്രീത്യാവൃഷാരൂഢനായി എഴുന്നള്ളിനാൻ. ശ്രീരാമചന്ദ്ര നിയോഗേന പോയത് നാരദനാദിമഹാമുനി വൃന്ദവും പുഷ്കരനേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്കരചാരികളും നടന്നിടിനാൻ. അയോധ്യയിലേക്കുള്ള യാത്ര. മന്നവൻ തന്നെ വന്നിച്ചപേക്ഷിച്ചിത് പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ. ദാസനാമെന്നെ കുറിച്ച് വാത്സല്യമുണ്ടേതാനുമെങ്കിൽ അത്രൈവ സന്തുഷ്ടനായി മംഗലദേവതയാകിയ സീതയെ മംഗലസ്നാനവും ആചരിച്ചിടണം. മേളമായിന്ന് വിരുന്നു കഴിഞ്ഞിങ്ങ് നാളെ അങ്ങോട്ടെഴുന്നള്ളിയിടുകയുമാം എന്ന് വിഭീഷണൻ ചൊന്നതു കേട്ടുടൻ മന്നവൻ താനും അരുൾ ചെയ്തു. സോദരനായ ഭരതൻ അയോധ്യയിൽ ആധിയും പൂണ്ട് സഹോദരൻ തന്നോടും എന്നെയും വർത്തിരിക്കുന്നത് ഞാൻ അവൻ തന്നോട് കൂടിയൊഴിഞ്ഞ്
അലങ്കാരങ്ങളൊന്നും അനുഷ്ഠിക്കുക എന്നുള്ളതില്ലല്ലോ. ചെന്നൊരു രാജ്യത്തിൽ വാഴുക എന്നുള്ളതും സ്നാനാശനാദികൾ ആചരിക്കുന്നതും നൂനം അവനോടുകൂടിയേയാവിധ എന്ന് 14 സംവത്സരം തികയുന്നതെന്നുള്ളതും ഭർത്തവൻ വാഴുന്നു. ചെന്നീല ഞാൻ അന്ന് തന്നെ എന്നാൽ അവൻ അഗ്നിയിൽ ചാടി മരിക്കുമേ വിറ്റേന്നാൾ എന്നതുകൊണ്ടുഴറുന്നിത് ഞാനിക വന്നു സമയവുമേറ്റമടുത്തങ്ങ് ചെന്നുകൊള്ളുവാൻ പണിയുണ്ട് അതിൻ മുന്നമേ നിന്നിൽ വാത്സല്യമില്ലായികയുമല്ലമേ സൽക്കരിച്ചിട നീ സത്വരമെന്നുടെ മർക്കടവീരതയൊക്കവേ സാദരം പ്രീതി അവർക്ക് വന്നാൽ എനിക്കും വരും പ്രീതി അതിനൊരു ചഞ്ചലമില്ല കേൾ എന്നെ കനിവോട് പൂജിച്ചതിൻ ഫലം വന്നുകൂടും കവിവീരരെ പൂജിച്ചാൽ പാനാശന സ്വർണരത്നാംബരങ്ങളാൽ വാനരന്മാർ കലംഭാവം വരും വണ്ണം പൂജയും ചെയ്ത് കവികളുമായി ചെന്ന് രാജീവനേത്രനെ കൂപ്പി വിഭീഷണൻ ക്ഷിപ്രം അയോധ്യയ്ക്കെഴുന്നള്ളുവാനിക പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ. രാത്രിഞ്ചരാധിപനിത്തമുഴർത്തിച്ച വാർത്ത കേട്ട് ആസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുകെന്നാനഥ പൗലസ്ത്യയാനവും വന്നു വന്ദിച്ചത് ജാനകിയോടും അനഞ്ഞനോടും ചെന്ന് മാനവവീരൻ വിമാനവുമേറിനാൻ അർക്കാത്മജൻ കവിവരന്മാരോടും നക്തഞ്ചരാധിപനോടും രഘുത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തതാദരാൽ മന്ദേതരം ഞാൻ അയോധ്യയ്ക്ക് പോകുന്നു. ഇത്രകാര്യം കൃതമായത് നിങ്ങളാൽ ശത്രുഭയം ഇനി നിങ്ങൾക്ക് അപ്പട മർക്കടരാജ സുഗ്രീവ മഹാമതേ കിഷ്കിന്ധയിൽ ചെന്നു വാഴുക നീ സൗഖ്യമായി. ആശരാധീശ വിഭീഷണ ലങ്കയിലാശുപോയി വാഴുക നീയും ബന്ധുവർഗവും. കാകുൽസ്ഥനിത്തമരുൾ ചെയ്ത നേരത്ത് വേഗത്തിൽ വന്നിച്ചവர்களுം ചൊല്ലിനാർ ഞങ്ങളും കൂടെ വിളകൊണ്ട് അയോധ്യയിലങ്ങ് കൗസല്യാദികളെയും വന്നിച്ച് മംഗലമാർ അഭിഷേകവും കണ്ട് തങ്ങൾക്കുള്ളവിടെ വാണിയിടുവാൻ ഉണ്ടാക വേണം തീരുമനസ്സെങ്കിലേ കൊണ്ടത് ഞങ്ങൾക്ക് തീരൂ ജഗൽ പ്രഭു. അങ്ങനെ തന്നെ നമുക്കും അഭിമതം നിങ്ങൾക്കും അങ്ങനെ തോന്നിയതത്ഭുതം എങ്കിലോ വന്നു വിമാനവുമേറിയിടുവിൻ. സങ്കടമെന്നേ മിത്രവിയോഗജം സേനയാ സട്ടം നിശാചരരാജനും വാനരന്മാരും വിമാനമേറിയിടിനാർ സംസാരനാശനാനുജ്ഞയാ പുഷ്പകം ഹംസസമാനം സമുൽപ്പതിച്ചു. തഥാ നക്തഞ്ചരേന്ദ്ര സുഗ്രീവാനുജപ്രിയായുക്തനാം രാമനെ കൊണ്ട് വിമാനവും എത്രയും ശോഭിച്ച തമ്പരാന്തേ തഥാ മിത്രബിംബം കണക്കെ ധനദാസനം ഉത്സംഗ സിമ്രിവിന്യസ്യ സീതാം ഭക്തവത്സലെന്നാലുദിക്കും പുനരാലോക്യ വത്സേ ജനകാത്മജേ ശൃണു വല്ലഭേ സൽസേവിതേ സരസീരുഹലോചനേ പശ്യ ത്രികൂടാചലോത്തമാം ഗസ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം. യുദ്ധാങ്കണം കൺകതിലങ്ങ് ശോണിതകർദ്ദമാംസാസ്തിപൂർണം ഭയങ്കരം. അത്രൈവ വാനര രാക്ഷസന്മാർ തമ്മിൽ എത്രയും ഘോരമായുണ്ടായി സങ്കരം. തത്രൈവ രാവണൻ വീണു മരിച്ചതെന്ന അസ്ത്രമേറ്റുത്തമേ നിന്നുടെ കാരണം. കുംഭകർണൻ മകരാക്ഷനും എന്നുടെ വെമ്പുകൊണ്ടത്രേ മരിച്ചത് വല്ലഭേ. വൃത്രാരിജത്തും അതികായനും പുനരത്ര സൗമിത്രി തന്നെ അസ്ത്രമേറ്റുത്തമേ വീണ മരിച്ചത്. പിന്നെയും മറ്റുള്ള കൗണവന്മാരെ കവികൾ കൊന്നിടിനാർ. സേതു ബന്ധിച്ചതും കാനടോ സാഗരേ ഹേതു ബന്ധിച്ചതിന് നീയല്ലയോ. സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ പഞ്ചപാതകനാശനം ത്രൈലോക്യപൂജിതം കണ്ടാലുമുണ്ടാം ദുരിത വിനാശനം. കണ്ടാലും അങ്ങതിന്നത്ര രാമേശ്വരം എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങു നീ അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ചത് ഉത്തമനായ വിഭീഷണൻ വല്ലവേ. പുഷ്കരനേത്രേ പുരോഭിവി കാണിടോ കിഷ്കിന്ധയാകും കവീന്ദ്രപുരീമിമാം. ശ്രുത്വ മനോഹരം ഭർത്തൃവാക്യം മുത പൃഥ്വിസുതിയും അപേക്ഷിച്ചു തന്നേരം താരാദികളായുള്ള വാനരസുന്ദരിമാരെയും കണ്ട് കൊണ്ടുപോയിരണം കൗതൂഹലം അയോധ്യാപുരിവാസിനാം. ചതസി ഭാരമുണ്ടായവരും നിർണയം വാനരവീരരുമൊട്ടു നാളുണ്ടല്ലോ മാനിരിമാരെ പിരിഞ്ഞിരുന്നിടുന്നു. ഭർത്തൃവിയോഗ ദുഃഖം എന്നോളം ഇത്ര ലോകത്തിങ്കിൽ ആരറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോയിരണം. രാഘവൻ ത്രൈലോക്യ നായകൻ തന്നിലുള്ള ആകുതം അപ്പോൾ അറിഞ്ഞ് വിമാനവും ക്ഷോണീതലം നോക്കി മന്ദം മന്ദം തഥാ താണത് കണ്ടരുൾ ചെയ്തു രഘുവരൻ.
വാനവവീരരെ നിങ്ങൾ നിജ നിജമാനിമാരെ വരുത്തുവിനേവരും മർക്കട വീരരത് കേട്ട് മോദേന കിഷ്കിന്തവക്ക് നിജാങ്കനമാരെയും പോകെന്ന് ചൊല്ലി വിമാനം കരേറ്റിനാൻ ശാഖാമൃഗാധിപന്മാരും കരേറിനാൻ താരാർമകളായ ജാനകീ ദേവിയും താരാരുമാദികളോട് മോദാന്വിതം ആലോകനാലാപ മന്ദഹാസാദിയ ഗാഠാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ട് സംഭാവനം ചെയ്തവരുമായി വേഗേന സംപ്രീതി കൊണ്ട് തിരിച്ചു വിമാനവും. വിസ്മയിക നായകൻ ജാനകിയോട് അരുളിച്ചെയ്തത് പരമാനന്ദ സംയുതം. പശ്യ മനോഹരേ ദേവി വിചിത്രമാമൃശ്യമുഖാചലമുത്തുങ്കമെത്രയും അത്രയോ ഭർത്താരി പുത്രനെ കൊന്നതും മുക്താങ്കി പഞ്ചപടി നാവിരുന്നേടം വന്നിച്ചുകൊള്ള അഗസ്ത്യാശ്രമം ഭക്തി പൊണ്ടിൻ ദീവരാക്ഷി സുതീഷ്ണാശ്രമത്തെയും ചിത്രകൂടാചലം പണ്ട് നാം വാണേടം അത്രയോ കണ്ട് ഭരതനെ നാമിട ഭദ്രേ മുതാ ഭരദ്വാജാശ്രമം കാണുക ശുദ്ധികരം യമുനാതരശോഭിതം ഗംഗാ നദി അതിൻ്റങ്ങേത് അതിൻ്റങ്ങ് ശൃംഗിവേരൻ ഗുഹൻ വാഴുന്ന നരടവും പിന്നെ സരീവ നദി അതിൻ്റങ്ങേത് ധന്യമയോധ്യ നഗരം മനോഹരേ യുദ്ധമരുൾ ചെയ്ത നേരത്ത് രാഘവൻ ചിത്തമറിഞ്ഞാച്ചു താണു വിമാനവും വന്നിച്ചത് ഭരദ്വാജ മുനീന്ദ്രനെ തന്നിച്ചനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും രാമനും ചോദിച്ചതപ്പോൾ അയോധ്യയിലാമയമേത് വന്നില്ലയല്ലേ മുനയും മാതൃജനത്തിന് സൗഖ്യമല്ലേ മമ സഹോദരന്മാർക്കും ആചാര്യനും ജനത്തിനും താപസശ്രേഷ്ഠൻ അരുൾ ചെയ്തു തന്നേരം താപം ഒരുവർക്കുമില്ല അയോധ്യാപുരേ നിത്യം ഭരതശത്രുഘ്നകുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ച് ഭക്ത്യാചരവൽക്കലാദിയും കൊണ്ട് സത്യസ്വരൂപനാം നിന്നെയും പാർത്ത് ഭർത്താകന്ത സിംഹാസനെ പാതകം വച്ച് മോഹം ത്യജിച്ച് പുഷ്പാഞ്ജലിയും ചെയ്ത് കർമ്മങ്ങളെല്ലാം അതിങ്കിൽ സമർപ്പിച്ച് സമ്മതന്മാരായിരിക്കുന്നതെപ്പോഴും ത്വൽപ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നത് ചില പുരുഷപ്രഭോ വൃത്താന്തമൊക്കെ ഞാൻ സീതാഹരണവും സുഗ്രീവ സഖ്യവും യാതുസാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നിടെ യുദ്ധപരാക്രമവും കണ്ടിതൊക്കവേ ആദ്യമത്യന്തമില്ലാത്ത പരബ്രഹ്മമേതും തിരിക്കരുത് അതൊരു വസ്തു നീ സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിന്ദ്രവടി നിർണയം ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായ ധനന്ദൻ ജിഗൽ പ്രഭോ ഇന്നു നീ ശുദ്ധമാക്കണം മമാശ്രമം ചെന്നയോധ്യാപുരം പുക്കേരടുത്ത നാൾ കർണാമൃതമാം മുനിവാക്കു കേട്ടുപോയി പർണശാലാമകം ബുക്കിതുരാഘവൻ പൂജിതനായി പ്രാതുഭാര്യാസമന്വിതം രാജീവനേത്രനും പ്രീതി പൂണ്ടിടിനാൻ.